അങ്ങനെ തൃശ്ശൂരിൽ മേയറെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. കിഴക്കുംപാട്ടുകരയിൽ നിന്നും വിജയിച്ച തൃശ്ശൂർ DCC വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് തൃശ്ശൂർ മേയറായി തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി മേയറായി KPCC സെക്രട്ടറി A പ്രസാദിനെയും തെരഞ്ഞെടുത്തു. പാർട്ടിയുടെയും കൗൺസിലർമാരുടെയും അഭിപ്രായം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൃശ്ശൂരിൽ മേയറായിരിക്കുന്നു. കോൺഗ്രസ് തൃശ്ശൂരിലേക്കുള്ള മേയറെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറെ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ഗ്രൂപ്പ് തർക്കങ്ങളിലേക്കൊക്കെ കടന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. കൊച്ചിയിലും തൃശ്ശൂരുമെല്ലാം ഇത്തരത്തിലുള്ള ചില ഗ്രൂപ്പ് വഴക്കുകൾ, ചില സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെ ഈ മേയറെ തെരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നു. കൊച്ചിയിലെ സാഹചര്യം നമുക്കറിയാം. ഇപ്പോൾ തൃശ്ശൂരിൽ മേയറെ പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ്. കൊച്ചിയിലും മേയർ ആയിരിക്കുന്നു. പക്ഷേ അതിന് പിന്നിൽ നടന്ന ചില കളികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെയാണ് ഈ ഒരു നിമിഷമൊക്കെ തന്നെ ചർച്ചയാകുന്നത്. അങ്ങനെ കൊച്ചിയിലും തൃശ്ശൂരും ഒക്കെ മേയറെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശ്ശൂരെ മേയർ എന്ന് പറയുന്നത് കിഴക്കുംപാട്ടുകരയിൽ നിന്നും വിജയിച്ച തൃശ്ശൂർ DCC വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് തൃശ്ശൂർ മേയറായി തെരഞ്ഞെടുത്തത്. ഒപ്പം ഡെപ്യൂട്ടി മേയറായി KPCC സെക്രട്ടറി A പ്രസാദിനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. പാർട്ടിയുടെയും കൗൺസിലർമാരുടെയും അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തീരുമാനം എന്നുള്ളതാണ് തൃശ്ശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള തീരുമാനം തന്നെ എന്നുള്ളതും കൂടി ജോസഫ് ടാജറ്റ് വ്യക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ മികച്ച വിജയം ഒരു പ്രതികരണം ലഭിച്ചിട്ടുണ്ടെന്ന് കേൾക്കാം. കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ KPCCയുടെ സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ശ്രീ A പ്രസാദിനെയാണ് ഡെപ്യൂട്ടി മേയറായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് തൃശ്ശൂർ നഗരവാസികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകുന്ന ക്രിസ്മസ് പുതുവത്സര സമ്മാനമാണ്. കാരണം ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചത് ഈ നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഐക്യജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിയെയാണ് ഈ നഗരവാസികൾ വിശ്വസിച്ച് ഏൽപ്പിച്ചത്. ആ വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് ഈ നഗരസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പാർട്ടിക്ക് ഉറപ്പുണ്ട്, ജനങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് തൃശ്ശൂരിൻ്റെ മുഖച്ഛായ ഈ 5 വർഷക്കാലത്തിനുള്ളിൽ ഞങ്ങൾ മാറ്റിയെടുക്കും എന്നുള്ളതാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ജോസഫ് ടാജറ്റിൻ്റെ ആ ഒരു പ്രതികരണമാണ്, ഈ മേയറെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ജോസഫ് ടാജറ്റിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. നിജി ജസ്റ്റിനാണ് തൃശ്ശൂരിൽ മേയറാവുക. തീരുമാനം എല്ലാ കൗൺസിലർമാരുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്താണ് എന്നുള്ളതും കൂടിയാണ് ജോസഫ് ടാജറ്റ് ആ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. കിഴക്കുംപാട്ടുകരയിൽ വിജയിച്ച തൃശ്ശൂർ DCC വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിനാണ് ഇനി തൃശ്ശൂർ മേയർ. ഡെപ്യൂട്ടി മേയറായി KPCC സെക്രട്ടറി A പ്രസാദിനെയുമാണ് തെരഞ്ഞെടുത്തത്.